ഈ ഭൗതിക സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും കാതുകളുമൊക്കെ ഒന്നായി ഭൗതികതയിലേക്ക് ഇങ്ങനെ വഴുതി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ സുഖാനുഭൂതികളും സുഖാഡംബരവും കണ്ടതിന് പിന്നാലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ എന്തിലേക്ക് പോവുകയാണെങ്കിലും ആ സമയത്ത് ഒന്നും അള്ളാഹുവിനെ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മറന്നുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ജീവിത കാലഘട്ടങ്ങളിൽ നമ്മുടെ സമയങ്ങളെ പരമാവധി അള്ളാഹുവിൻ്റെ പ്രീതിയിലായി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സമർപ്പിക്കുവാൻ സാധിക്കുന്ന മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിൻ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അള്ളാഹുവിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് യാതൊരു പിന്തലുമില്ല. അള്ളാഹുവിന് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ എവിടെയും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുണ്ടോ അതൊക്കെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട്. മനുഷ്യന് സഹജമായ ഒരു വിശേഷണമുണ്ട്. എന്താണ്? ഏത് കാര്യങ്ങൾ ചെയ്യുന്നിടത്തും അത് പിന്നെ ചെയ്യാം എന്നൊരു വിശേഷണമുണ്ട് മനുഷ്യൻ. നമ്മളൊക്കെ ഏത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളിൽ അതൊക്കെ പിന്നെ ചെയ്യും, പിന്നെ ചെയ്യാമെന്നിരിക്കും മാറ്റിവെക്കും. നമ്മൾ പിന്നെ പ്രവർത്തിക്കാമെന്ന് മാറ്റിവെക്കും. അത് ഭൗതിക കാര്യങ്ങളിലും ഉണ്ടാകും, നമ്മുടെ പാരത്രികമായ കാര്യങ്ങളിലും ഉണ്ടാകും. നമ്മുടെ അയമാലുകൾ ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടാകും. നമ്മൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, സുന്നത്തുകൾ നിർവഹിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് സുന്നത്ത് ഇനി നാളെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അടുത്ത വക്തിന് നിസ്കരിക്കാം എന്ന് മാറ്റിവെക്കും. ഫർള് നമസ്കാരങ്ങൾ പോലും നമ്മൾ ചെയ്യാലോ, സമയമുണ്ടല്ലോ. ളുഹ്റായി ബാങ്ക് കൊടുത്തു 12:30 സമയമുണ്ടല്ലോ, 1 മണിയായി 1:30 നിസ്കരിക്കാലോ, 2 മണിയായി നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ, അസറിന് സമയമുണ്ടല്ലോ. അങ്ങനെ നീട്ടി കൊണ്ടുപോകും. ഇത് മനുഷ്യന്റെ സഹജമായൊരു സ്വഭാവമാണ്. അങ്ങനെ പോയിട്ട് അവസാനം അസർ ബാങ്ക് കൊടുക്കുന്ന ആ തൽക്കാല സമയത്ത് പോയിട്ട് നിസ്കരിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, എഅ്മലി ആഖിറതിക കഅന്നക തമൂതു ഗദ. നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ വേഗം ചെയ്തോളണം. അത് നാളേക്ക് വെക്കാൻ പറ്റില്ല, പിറ്റേന്നേക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നാളെ തന്നെ മരിക്കുമോ, ഞാൻ ഇന്ന് തന്നെ മരിക്കുമോ, അത് ഞാൻ നാളെ മരിക്കുമോ, അടുത്ത ദിവസം മരിക്കുമോ, കഅന്നക തമൂതു ഗദ, അടുത്ത ഭാവിയിൽ തന്നെ മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്റെ ദുനിയ ആഖിറത്തിന് വേണ്ടി ഇനി അമൽ ചെയ്യാൻ. എഅ്മലി ആഖിറതിക കഅന്നക തമൂതു ഗദ. എന്റെ മരണം പെട്ടെന്ന് സംഭവിക്കും. ഞാൻ നാളേക്കത് മാറ്റിവെച്ചാൽ, ഞാൻ എന്റെ സുന്നത്ത് നോമ്പിനെ അടുത്ത ആഴ്ചക്ക് മാറ്റിവെച്ചാൽ, ഞാൻ എന്റെ ഖുർആൻ പാരായണത്തെ നാളത്തെ ദിവസത്തിലേക്ക് മാറ്റിവെച്ചാൽ എനിക്ക് നാളെ അത് ഓതാൻ സാധിക്കുമോ, ഞാൻ അതിനൊക്കെ മരണപ്പെട്ടു പോകുമോ, ഈ സമയത്ത് മരണപ്പെട്ടു പോകാം എന്ന ബോധത്തിൽ നിന്നാണ് പാരത്രികമായ ലോകത്തേക്കുള്ള അമലുകളൊക്കെ ചെയ്യേണ്ടത്. അത് പിന്തിച്ചു വെക്കാൻ പാടില്ല. അത് പിന്നെ ആകാമെന്ന് വെച്ചാൽ ആ സമയം വരെ ജീവിക്കുമെന്ന് ഒരു ഉറപ്പും ഒരു ഗ്യാരണ്ടിയും ആർക്കുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ദുന്യാവിന് വേണ്ടി നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഇനിയും ദീർഘകാലം ജീവിക്കുന്നു കരുതിയിട്ട് തന്നെ ചെയ്തോ. അപ്പൊ എപ്പോൾ ചെയ്താൽ മതി? നാളെ ചെയ്താൽ മതി. ദുന്യാവിന് വേണ്ടി നമുക്ക് ദുന്യാവ് ഉണ്ടാക്കാൻ വേണ്ടി പോണ കാര്യങ്ങൾ അത് നാളെ ചെയ്യാം. കാരണം എന്താ, ഒരുപാട് നീ ജീവിക്കുമല്ലോ. അല്ല മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യാം, ഒരുപാട് ജീവിക്കുമല്ലോ. അല്ല അടുത്ത വർഷം ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം, പിന്നെ ഒരുപാട് ജീവിക്കുമല്ലോ എന്ന് കരുതി ദുന്യാവിന്റെ കാര്യങ്ങൾ അങ്ങനെ മാറ്റിവെച്ച് അങ്ങനെ പോയിട്ട് ദുന്യാവിന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ, ഒന്നും വരാനില്ലല്ലോ, അത് പോയിക്കോട്ടെ. ഈ ഒരു വലിയ പാഠമാണ് അള്ളാഹുവിന്റെ റസൂല് മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അകത്തുക പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇസ്ലാമും രക്ഷപ്പെടുത്തി മുന്നോട്ട് പോകാനും നമ്മുടെ പാരത്രിക ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാനുമുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ, അതിലൊരിക്കലും പിന്നിലേക്ക് മാറ്റിവെക്കാതെ, മറ്റു സമയത്തേക്ക് പിന്തിച്ചു വെക്കാതെ സമയാസമയങ്ങളിൽ തന്നെ ചെയ്തു പോകാനുള്ള ഒരു ആർജവമാണ് മുഅ്മിനീങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ദുന്യാവിന്റെ കാര്യത്തിൽ കുറെ പിന്തിച്ചു വെച്ചു, കുറെ നടന്നില്ല, കുറെ പിന്തിപ്പോയി, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, കഴിഞ്ഞോട്ടെ എന്ന് വെക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു സാഹചര്യത്തെ അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആ സാഹചര്യം മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിയെടുത്ത്
ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള പ്രയാസങ്ങൾ, നമ്മുടെയൊക്കെ വീടുകളിലെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെയൊക്കെ കുടുംബത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മുടെ സൗകര്യങ്ങളൊക്കെ വളരെയധികം പ്രയാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് എല്ലാ സമയത്തും എന്നും സുഖമേ ഉണ്ടാകാൻ പാടുള്ളൂ, എന്നും സൗകര്യമേ കിട്ടാൻ പാടുള്ളൂ, എന്നും നമുക്ക് ഒരേപോലെ സന്തോഷങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ദുനിയാവ് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും വീടുകളിലുമൊക്കെ ഉണ്ടാകുന്ന അസൗകര്യങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെയുണ്ടോ അതിൻ്റെയൊക്കെ ഒരുപാട് ഇരട്ടി നമ്മുടെ സ്ഥാപനങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാമൊക്കെ തന്നെ മനസ്സിലാക്കി നമ്മുടെ വീടുകളെപ്പോലെ നമ്മുടെ സ്ഥാപനങ്ങളെയും കാണുക, നമ്മുടെ മക്കളെപ്പോലെ നമ്മുടെ സ്ഥാപനത്തിലെ മക്കളെയും കാണുക, നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെപ്പോലെ നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കാണുക. അങ്ങനെ കൂട്ടമായി നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളങ്ങ് പ്രവർത്തിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സംരംഭങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അൻവാറിന്റെ പ്രവർത്തനങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ നടന്നു വരേണ്ട കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ദർസിന്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയിലുള്ള കൂട്ടമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ. മുഅ്മിനീങ്ങളെ വിളിച്ച് ചോദിക്കുകയാണ്, വിശ്വാസികളെ, നിങ്ങൾ ദിക്റുല്ലാഹ ദിക്റൻ കസീറ, അള്ളാഹുവിനെ നിങ്ങൾ അധികമായി ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ അധികമായി അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും, രാവിലെയും വൈകുന്നേരവും രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ തസ്ബീഹുകളെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ എപ്പോഴും പ്രകാശിപ്പിക്കുന്നത് ദിക്റുകളെ കൊണ്ടാണ്. നമ്മുടെ നാവിനെ നമ്മൾ എപ്പോഴും അതിനെ ജീവിപ്പിക്കുന്നത് ദിക്റ് കൊണ്ടാണ്. നമ്മുടെ നാവ് എല്ലാ സമയത്തും ദിക്റ് കൊണ്ട് പച്ച പിടിച്ചതായിരിക്കണം. അതുകൊണ്ട് മറ്റേത് ജോലിയിലാണെങ്കിലും ഏത് സമയങ്ങളിലാണെങ്കിലും ഒക്കെ നാവ് കൊണ്ട് നമുക്ക് ദിക്റ് ചെല്ലുന്നതിന് പ്രയാസങ്ങളില്ല. നമ്മൾ ഇതുപോലെയുള്ള സലാത്ത് വാർഷികമാണെങ്കിലും സലാത്ത് പരിപാടികൾ മജ്ലിസുകളാണെങ്കിലും ദിക്റ് മജ്ലിസുകളാണെങ്കിലും നമ്മുടെ എല്ലാ സമയങ്ങളിലും നാം ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും സലാത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മാതൃക നമ്മുടെ മുസ്ലിം ഉമ്മത്തിനുണ്ട്. അതിനെ നമ്മൾ നല്ലപോലെ സ്വീകരിക്കേണ്ടതും ഉണ്ട്. മജ്ലിസുകൾ വരുമ്പോൾ മാത്രമുള്ള ദിക്റുകൾ എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ദിക്റുകൾ എന്നുള്ളതാണ്. അതാണ് ദിക്റൻ കസീറ എന്ന് പറയുന്നത്. അതിന് പരിധിയൊന്നുമില്ല. അതിന് 101, 113, 313 കണക്കൊന്നുമില്ല. ദിക്റൻ കസീറ, ഇഷ്ടം പോലെ ദിക്റുകൾ ചെല്ലണം. അതിൽ എല്ലാ ദിക്റുകളും നമുക്ക് അറിയാവുന്ന ദിക്റുകളാണ്. ഏതായാലും ആ ദിക്റുകൾ നമ്മൾ ചെല്ലുന്നതൊക്കെയും നമ്മുടെ ഖൽബ് അറിഞ്ഞുകൊണ്ടുള്ള ദിക്റും കൂടി ആകേണ്ടതുണ്ട്. ഖൽബ് അറിഞ്ഞുകൊണ്ടുള്ള ദിക്റ് ആകുമ്പോഴാണ് ആ ദിക്റിന്റെ ശരിയായ ഫലം കിട്ടുകയുള്ളൂ. ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുകയാണ്. അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുകയും അള്ളാഹുവിന്റെ നൂറ് ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് വലിയൊരു ജീവിതത്തിന്റെ പരിശുദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു. ആ പരിശുദ്ധി നേടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദിക്റുകളെ കൊണ്ട് പ്രകാശിപ്പിക്കണം. നമ്മുടെ നാവുകളൊക്കെ നമ്മൾ ദിക്റുകളെ കൊണ്ട് പച്ച പിടിപ്പിക്കണം. നമ്മുടെ ചിന്തകളും ബുദ്ധിയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ സ്മരണയിലും അള്ളാഹുവിനേക്കുള്ള അനുസരണത്തിലും അള്ളാഹുവിനേക്കുള്ള ഇബാദത്തിലുമായി കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായ വിജയമുണ്ടാവുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇതുപോലെയുള്ള വേദികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതിനനുസരിച്ചുള്ള നല്ല രീതി ഉണ്ടാക്കി കൊണ്ടുവരാനും നല്ല രീതിയിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനുമുള്ള വലിയ തൗഫീഖും സൗഭാഗ്യവും നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഇനിയും ഉയർത്തി വളർത്തി സന്തോഷിപ്പിച്ച് തരുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അവർക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഇൽമും ഹിദായത്തും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യത്തോടുകൂടി ഈ മഹത്തായ വേദി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.